ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് വൈകിട്ട് 7-ന് രാജിവയ്ക്കും. ബിജെപിയുമായി ചേർന്ന് നാളെ പുതിയ മന്ത്രിസഭ ഉണ്ടാക്കും. ബി ബാലഗോപാൽ ചേർന്നു ഡൽഹിയിൽ നിന്ന്. ബാലു, അങ്ങനെ അനിശ്ചിതത്വങ്ങൾക്കും ആകാംക്ഷകൾക്കും ആശങ്കകൾക്കും ഒക്കെ ഒടുവിൽ ബീഹാർ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരുകയാണ്. സേതു ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരുന്നു എന്ന് വേണം കരുതേണ്ടത്. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇതുവരെയും JDUവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇന്ന് രാത്രി തന്നെ ബീഹാർ ഗവർണറെ കണ്ട് നിതീഷ് കുമാർ രാജിക്കത്ത് കൈമാറും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. തുടർന്ന് നാളെ JDUവിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തതിന് ശേഷം ആ യോഗത്തിന് ശേഷം നിതീഷ് കുമാർ സർക്കാർ രൂപീകരണത്തിന് ഗവർണറുടെ മുമ്പാകെ അവകാശവാദം ഉന്നയിക്കും. നാളെ തന്നെ ഈ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നുമാണ് ലഭിക്കുന്ന വിവരം. രാജ്ഭവനിൽ വളരെ ലളിതമായ ചടങ്ങിലായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് പട്നയിൽ വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ വേണ്ടത്ര MLA-മാർ, അതായത് പാർട്ടിയുടെ പല MLA-മാരും എത്താത്തതിനാൽ ഈ യോഗം നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. 19 MLA-മാരാണ് കോൺഗ്രസിന് ബീഹാർ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 10 പേര് BJPയിലേക്ക് മറുകണ്ഠം ചാദിക്കുന്നതിനുള്ള ശ്രമം BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതായി ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സംശയം അല്ലെങ്കിൽ ഈ സംശയം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് ഭൂരിഭാഗം കോൺഗ്രസ് MLA-മാർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ബീഹാറിൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാത്രി നിതീഷ് കുമാർ ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറുന്നതായിരിക്കും. തുടർന്ന് BJP MLA-മാരുടേത് ഉൾപ്പെടെയുള്ള നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നാളെ ഗവർണർക്ക് നൽകുകയും നാളെ തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ ഉച്ചയ്ക്ക് തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുവാനുമാണ് സാധ്യത. സേതു. ബാലു, അതുപോലെ തന്നെ ഈ JDUവിലെ അതൃപ്തരെ കൂട്ടി ഇനി RJDക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ഒരു ആകാംക്ഷ. ഒപ്പം തന്നെ ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ ബീഹാറിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അതിനും ഈ ഒരു നിലപാട് മാറ്റം, കൂറുമാറ്റം ഒക്കെ തിരിച്ചടിയായി മാറില്ലേ? ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ RJD ഒരു ബദൽ നീക്കം രാവിലെ നടത്തിയിരുന്നു. അതായത് ജിതിൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് ബാക്കി എല്ലാവരെയും ഇപ്പോൾ മഹാഗഠബന്ധനിലുള്ളവരെ ഒപ്പം നിർത്തുകയും തുടർന്ന് JDUവിൽ അസംതൃപ്തരായ ചില MLA-മാരെ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ഏതാണ്ട് അസ്തമിച്ചു എന്ന് വേണം കരുതേണ്ടത്. കാരണം കോൺഗ്രസിന്റെ 19 MLA-മാരിൽ പകുതി പേർ പോലും ഇന്നത്തെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. സ്വാഭാവികമായും അവർ, അതായത് കോൺഗ്രസ് MLA-മാർ BJPയിലേക്കോ മറ്റോ കൂറുമാറുകയാണെങ്കിൽ ഈ നിതീഷ് കുമാർ സർക്കാരിന് ലഭിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ എണ്ണം കൂടുവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇപ്പോൾ RJDയുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്നൊരു നീക്കം ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. അതായത് ബീഹാറിൽ ഭാരത് ജോഡോ യാത്ര എത്തുമ്പോൾ അതിൻ്റെ ഏകോപനത്തിനായി AICC മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കാരണം ഇനി ബീഹാറിലെ രാഷ്ട്രീയം ഈ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തും അതിനിർണായകമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഭൂപേഷ് ബാഗലിന് ഈ ഭാരത് ജോഡോ യാത്ര ബീഹാറിൽ എത്തുമ്പോഴുള്ള ഏകോപന ചുമതല ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുന്നത്. സേതു. ബാലു, ഈ ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയുമ്പോൾ പാറ്റ്നയിൽ ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗം വിളിച്ചത് നിതീഷ് കുമാറാണ്. അതിനുശേഷം ഇന്ത്യ മുന്നണിയിൽ ചർച്ചകൾ നടക്കുന്നില്ല എന്ന ആദ്യ വിമർശനം ഉന്നയിച്ച നിതീഷ് കുമാറാണ്. BJPയുടെ എക്കാലത്തെയും ലക്ഷ്യം ഇന്ത്യ മുന്നണിയെ ഏത് വിധേനയും തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ കൂടുതൽ അടുക്കുന്നു എന്നുകൂടി നമുക്ക് ഈ ഒരു നീക്കത്തിലൂടെ വിലയിരുത്താം, അല്ലേ? തീർച്ചയായും സേതു, ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കുക എന്ന BJPയുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ BJPയുടെ ഒരു താല്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ചുവടുപടിയാണ് ഇപ്പോൾ ബീഹാറിൽ നടത്തിയിരിക്കുന്നത്. കാരണം ലാലു പ്രസാദ് യാദവിനൊപ്പം ഏറ്റവും ഈ മുന്നണി രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കാണ് നിതീഷ് കുമാറിനുണ്ടായിരുന്നത്. നിതീഷ് കുമാറാണ് ആദ്യം ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ദേശീയ മുന്നണി വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതേ നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ
എത്തി നിൽക്കുന്ന ഒരു സമയത്ത് മുന്നണിയെ കൈവിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് പോകുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റ് ഘടകകക്ഷികളുമായി സംസാരിക്കുമ്പോൾ കോൺഗ്രസിന്റെ വിലപേശൽ ശക്തി വളരെ കുറയും. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിക്ക് വലിയ ശക്തിയൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ കാണിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബീഹാറിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി മറ്റു പല സംസ്ഥാനങ്ങളിലെയും സഖ്യ ചർച്ചകൾ വരുമ്പോൾ കോൺഗ്രസിന് തിരിച്ചടിയാകാനാണ് സാധ്യത. ശരി ബാലു, അങ്ങനെ